ഇലയിൽ പരത്തുന്ന ഗോതമ്പിൻ്റെ അട എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. അരി കൊണ്ടുള്ള അട എല്ലാവരും കഴിച്ചു കാണും. ഗോതമ്പ് അട അത്ര തന്നെ ടേസ്റ്റാണ്, അതിനേക്കാൾ എളുപ്പവുമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് ഇതിന് നല്ല ഗോതമ്പ് പൊടി, ആശീർവാദ് അതുപോലത്തെ ഏതെങ്കിലും നല്ല ഗോതമ്പ് പൊടി എടുക്കാം, അല്ലെങ്കിൽ സപ്ലൈകോയുടെ ആട്ട അതും എടുക്കാവുന്നതാണ്. ഞാനിവിടെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ല ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അടയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന അത്ര തന്നെ ഡ്രൈ ആവരുത്, എന്നാൽ ദോശയ്ക്കുള്ള അത്രയും ലൂസും ആയിരിക്കരുത്. അതിന് ഇടയിലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ കുറച്ച് എണ്ണ ചേർക്കുന്നത് അട ഇലയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഇതിപ്പോൾ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട്. ഈ പാകത്തിൽ വേണം കുഴയ്ക്കാൻ. ഞാനിവിടെ രണ്ട് തരത്തിലുള്ള മാവ് എടുത്തിട്ടുണ്ട്. ഒന്ന് ഗോതമ്പ് പൊടി മാത്രമാണ്, മറ്റതിൽ ഗോതമ്പ് പൊടിക്കൊപ്പം തന്നെ ചക്ക വരട്ടിയത് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയൊന്ന് വാട്ടിയെടുക്കാം. ഇല നമുക്ക് പല രീതിയിൽ വാട്ടാവുന്നതാണ്. നമുക്ക് സ്റ്റൗവിൻ്റെ ബർണറിൽ വെച്ച് ഇതുപോലെ വാട്ടിയെടുക്കാം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ചോ അതല്ലെങ്കിൽ അല്പം ചൂടുവെള്ളത്തിൽ ഇല അല്പം നേരം മുക്കി വെച്ചോ നമുക്ക് വാട്ടിയെടുക്കാവുന്നതാണ്. വാട്ടിയെടുത്ത ഇലകളെ തുടച്ചതിന് ശേഷം അതിൽ എണ്ണ പുരട്ടി കൊടുക്കുക. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അട ഇലയിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് ഇതിൽ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചേർക്കാം. ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് മാവ് ചേർത്തിട്ടുള്ളത്. ഒരുപാട് മാവ് ചേർക്കരുത്, അങ്ങനെ വരുമ്പോൾ അട വല്ലാതെ കനം ഉണ്ടാവും, അത് ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ ആവശ്യമായതിൽ കൂടുതൽ മാവ് ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് കൈ ഉപയോഗിച്ച് കയ്യിലൊന്ന് വെള്ളം നനച്ച് അതിനുശേഷം ഇതുപോലെ പരത്തിയെടുക്കാം. ഗോതമ്പ് മാവ് പരത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അരിമാവ് പരത്തിയെടുക്കാനുള്ള അത്രയും ബുദ്ധിമുട്ടില്ല. ഇത് നൈസായി പരത്തിയെടുക്കുക. ഒരുപാട് കനം ഉണ്ടാവരുത്, എന്നാൽ തീരെ നൈസാവുകയും ചെയ്യരുത്. ഇതുപോലെ പരത്തിയെടുക്കുക. ഇനി നമുക്ക് ശർക്കര പാവാക്കാം. ഞാനൊരു 12 അച്ച് എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ അല്പം വെള്ളം ഒഴിച്ച് അതിലേക്ക് ശർക്കര അച്ചുകൾ ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വേണം ശർക്കര പാവാക്കാൻ. ഇത് ഇളക്കി കൊടുക്കണമെന്നൊന്നുമില്ല, എന്നാലും അടിയിൽ പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അടുത്ത് തന്നെ ഉണ്ടാകും. ഇത് 2 വലിയ തേങ്ങ ചിരവിയത് മുഴുവനുണ്ട്. ഞാൻ അട എപ്പോഴും ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ അല്പം കൂടുതൽ ഉണ്ടാക്കാറുണ്ട്. ഞാൻ ഏകദേശം 20ഓളം അട ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്കാണ് ഈ പറഞ്ഞ ശർക്കരയുടെയും തേങ്ങയുടെയും അളവ്. നമുക്കിനി തേങ്ങയും ശർക്കരയും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ശർക്കര പാവ് ഒരുപാട് ലൂസാവരുത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ അട ഉണ്ടാക്കുന്ന സമയത്ത് ആ ശർക്കരയെല്ലാം ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് കട്ടിയായും ചെയ്യരുത്, എന്നാൽ വല്ലാതെ ലൂസാവുകയും ചെയ്യരുത്. ഇത് രണ്ടും ചേർത്ത് തേങ്ങയും ശർക്കരയും ഇളക്കുന്ന സമയത്ത് അതിൽ കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർക്കുന്നത് നല്ല ഫ്ലേവർ കിട്ടാൻ സഹായിക്കും. നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനുശേഷം ഇത് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള അടയിൽ ചേർത്ത് അതും ഒന്ന് പരത്തിയെടുക്കുക. ഇതുപോലെ ചെയ്യാം. ഏകദേശം ആ അടയുടെ പകുതി ഭാഗത്തോളമേ ഇങ്ങനെ ശർക്കരയും തേങ്ങയും നമ്മൾ പരത്തിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റേ ഭാഗത്തേക്ക് നമ്മളത് മടക്കി വയ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി മറ്റേ ഭാഗത്ത് ആ ശർക്കരയും തേങ്ങയും കൂടി ആവും. അട ഉണ്ടാക്കാൻ എപ്പോഴും ഒരേ വലിപ്പത്തിലുള്ള ഇലകൾ എടുക്കുന്നതാണ് നല്ലത്. എനിക്കത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പല വലിപ്പത്തിലുള്ള ഇലകൾ എടുത്തത്. അതുപോലെ തന്നെ ഞാൻ എടുത്ത ചില ഇലകൾ പഴയതുമാണ്, പക്ഷേ ഇല പഴകിയത് കൊണ്ടൊന്നും നമുക്ക് അട കേടുവരുന്നില്ല. നമുക്ക് ഇനി ഇതൊരു ഇഡ്ഡലിയുടെ ചെമ്പിൽ ഇഡ്ഡലി തട്ട് വെച്ച് ആ ചെമ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കാം. എൻ്റെ ഇഡ്ഡലി തട്ട് അല്പം ചെറുതാണ്, അതുകൊണ്ട് തന്നെ ഈ ഇലയെല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. നമുക്കിനി ഇത് അടച്ചു വെച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. അട പാകമായോ എന്നറിയാൻ ഇതുപോലെ ഒരു പക്കട് ഉപയോഗിച്ച് ആ ഇലയൊന്ന് തുറന്നു നോക്കിയാൽ മതി. അടർന്നു പോരുന്നുണ്ടെങ്കിൽ, അട അതിൽ നിന്ന് സുഖമായി അടർന്നു പോരുന്നുണ്ടെങ്കിൽ പാകമായി എന്നർത്ഥം. ഇതിപ്പോൾ നോക്കൂ, ഇലയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമുക്ക് ഇതിൻ്റെ 2 സൈഡും സുഖമായി ഇത് അടർന്നു പോരുന്നുണ്ട്. ഇത് നല്ലതുപോലെ പാകമായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഗോതമ്പിൻ്റെ അട. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ പറയും.